തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് അപ്രതീക്ഷിതമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു ജില്ല അത് കോഴിക്കോടായിരുന്നു. കോഴിക്കോട് പൊതുവെ ഇടതുപക്ഷത്തിന്റെ വലിയ കോട്ടയാണെന്നൊക്കെ പറയാറുണ്ട്. ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള ഒരു മേഖലയാണ് എന്നാണ് വെക്കാറുള്ളത്. കാരണം കഴിഞ്ഞ 20 കൊല്ലമായിട്ട് കോൺഗ്രസിന് ഇവിടെ ഒരു MLA പോലും ഇല്ല. കോഴിക്കോട് ജില്ലയിൽ ഒരു MLA പോലും ഉണ്ടായിരുന്നില്ല. ലീഗിന് MLA മാരുണ്ട്, പക്ഷെ കോൺഗ്രസിന് MLA ഇല്ല. എന്നാൽ ലോക്സഭയിലേക്ക് എത്തുമ്പോൾ ചിത്രം മാറുന്നുണ്ട്. ലോക്സഭയിൽ 2 മണ്ഡലങ്ങളാണ് ജില്ലയിൽ വരുന്നത്. ഒന്ന് വടകരയും ഒന്ന് കോഴിക്കോടുമാണ്. ഇത് രണ്ടും കോൺഗ്രസിന് കിട്ടുന്നുണ്ട്, കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് കിട്ടുന്നുണ്ട്. പക്ഷേ ലോക്കൽ ബോഡിയിലും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFന് വലിയ മേൽക്കൈ കിട്ടുന്ന ഒരു ജില്ലയായിരുന്നു കോഴിക്കോട്. ആ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ LDFന് ഒരു ഗംഭീര ഷോക്ക് അങ്ങ് കിട്ടി. ഗംഭീര ഷോക്കായിരുന്നു അത്. കാരണം ഇതുവരെ കോൺഗ്രസിന് കടന്നു കയറാൻ കഴിയാത്ത, UDFന് കടന്നു കയറാൻ കഴിയാത്ത പല മേഖലകളിലും ഇത്തവണ കടന്നു കയറാൻ കഴിഞ്ഞു എന്നല്ല, ആദ്യമായിട്ട് ജില്ലാ പഞ്ചായത്ത് പിടിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ജില്ലാ പഞ്ചായത്ത് പിടിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം കോർപ്പറേഷനിൽ CPMന്റെ അംഗസംഖ്യയിൽ വളരെ കുറവ് സംഭവിക്കുന്നു. ഇതുവരെ കിട്ടാത്ത പഞ്ചായത്തുകൾ, പേരാമ്പ്ര ബാലുശ്ശേരി മണ്ഡലങ്ങളിൽ വരുന്ന പല പഞ്ചായത്തുകളിലും കോൺഗ്രസ് അല്ലെങ്കിൽ UDF വലിയ നേട്ടമുണ്ടാക്കുന്നു. ഇതൊരു കോൺഗ്രസിലുണ്ടാക്കിയ ഒരു ഊർജം വളരെ വലുതായിരുന്നു. അതോടുകൂടിയിട്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടർ ഡിസ്ട്രിക്റ്റ് ആയിട്ട് കോഴിക്കോട് മാറുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് കോഴിക്കോട് നിന്നാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നു. ആ പ്രതീതിക്ക് പല കാര്യങ്ങളുണ്ട്. 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 ഞങ്ങൾ നേടും എന്ന് പ്രവീൺ കുമാർ പറയുകയാണ്. അത് ഏറ്റുപിടിക്കുന്ന കുറെ ആളുകൾ, അങ്ങനെ വലിയ ഫൈറ്റ് നടക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 100 സീറ്റ് എന്നുള്ള അവകാശവാദം പലരും ഉന്നയിച്ചു. ചിലർ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി പല രീതിയിലുള്ള പരിപാടികൾ നടത്തി. ഇനി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 6-7 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ UDFനെ സംബന്ധിച്ച് അത്ര സന്തോഷകരമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് പല രീതിയിലുണ്ട്. അതായത് കോൺഗ്രസിന് തങ്ങളുടെ ഒരു പ്രകടനം വേണ്ട രീതിയിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ലീഗിന്റെ കേന്ദ്രങ്ങളിലെല്ലാം കൃത്യമായിട്ട് വോട്ട് നേടുന്നുണ്ട്, എന്നാൽ കോൺഗ്രസിന് അത് നേടാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. 13 നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്ന UDFന് പുതിയതായിട്ട്, അതായത് നിലവിൽ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ 2 നിയമസഭാ മണ്ഡലങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഒന്ന് വടകരയും ഒന്ന് കൊടുവള്ളിയുമാണ്. അതിന് പുറത്ത് ഒരു 3 മണ്ഡലങ്ങളിൽ കൂടി നേടാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോഴും വലിയ ഒരു മാർജിനിലേക്ക് എത്താൻ കഴിയില്ല. അതായത് 5 സീറ്റ് UDFനും 8 സീറ്റ് മെജോറിറ്റി എന്തായാലും LDFനും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ കോൺഗ്രസിന് സന്തോഷിക്കാവുന്ന ഒരു കണക്കാണ് പുറത്തു വരുന്നത്. ആദ്യമായിട്ട് 20 കൊല്ലത്തിന് ശേഷം, ആദ്യമായിട്ട് എന്ന് പറയുന്നില്ല, 20 കൊല്ലത്തിന് ശേഷം കോൺഗ്രസിന് കൈപ്പത്തിയിൽ ജില്ലയിൽ നിന്നൊരു MLA ഉണ്ടാകും എന്നാണ് പറയുന്നത്. നാദാപുരത്ത് മത്സരിച്ച KM അഭിജിത്ത് ഇത്തരത്തിൽ വിജയിക്കും. KSUവിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം, വിജയിക്കും എന്നാണ് പറയുന്നത്. മറ്റ് 2 മണ്ഡലങ്ങൾ നേട്ടമുണ്ടാക്കും അല്ലെങ്കിൽ പിടിച്ചെടുക്കും എന്ന് പറയപ്പെടുന്ന 2 മണ്ഡലങ്ങളിൽ ഒന്ന് കോഴിക്കോട് സൗത്ത് ആണ്. ഫൈസൽ ബാബു വിജയിക്കുമെന്നാണ് പറയുന്നത്. അവിടെ മുൻ മന്ത്രിയായിരുന്നിട്ടുള്ള അഹമ്മദ് ദേവർകോവിലാണ് മത്സരിച്ചത്. ഫൈസൽ ബാബു വിജയിക്കും എന്ന് പറയുന്നു. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് കുന്നമംഗലമാണ്. കുന്നമംഗലത്ത് MA റസാഖ് മാസ്റ്റർ വിജയിക്കും എന്നാണ് പറയുന്നത്. അതായത് 3 മണ്ഡലങ്ങൾ കൈമോശം വന്നേക്കാം എന്നാണ് LDFന്റെ ജില്ലാ സെന്റർ ചേർന്നിട്ടുള്ള തീരുമാനം. അതായത് എല്ലാ കൂട്ടിക്കിഴിക്കലുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഒരു കണക്കാണിത്. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജില്ലാ സെന്റർ കൂടി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് കൂടി ജില്ലാ സെന്റർ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. ജില്ലാ സെന്റർ അവതരിപ്പിക്കുന്നതിനകത്ത് എലത്തൂര് കഴിഞ്ഞ തവണ 30,000-ലേറെ വോട്ടിന് ലീഡ് നേടിയിട്ടുള്ള എലത്തൂർ മണ്ഡലത്തിൽ ഇത്തവണ നാമമാത്രമായ വോട്ടുകൾക്കായിരിക്കും LDF കടക്കുക എന്നൊരു കണക്കുകൂടി അവർ സ്വയം വിമർശനമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ഈ കുന്നമംഗലം മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുന്നമംഗലം മണ്ഡലത്തിൽ ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ആ കൺഫ്യൂഷൻ ലീഗിനും ഈ മണ്ഡലത്തിൽ ഉറപ്പില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ലീഗ് കഴിഞ്ഞ ദിവസം നടന്ന നേതൃയോഗത്തിനകത്തും കുന്നമംഗലത്ത് വലിയ ഫൈറ്റ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു CPM പറയുന്നത് CPMന് മണ്ഡലം നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ LDFന് മണ്ഡലം നഷ്ടപ്പെട്ടേക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അനിശ്ചിതത്വം ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതിനൊരു ഫാക്ടർ എന്ന് പറയുന്നത് PTA റഹീം എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളും എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. PTA റഹീമിനെ സംബന്ധിച്ച് PTA റഹീം വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കേഡർ വോട്ടുകളിൽ മാത്രമല്ല. PTA റഹീം മുൻ ലീഗായിരുന്നു.
ആ ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുന്നമംഗലം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ബന്ധങ്ങളുള്ള ആളാണ്. അവിടെ വലിയ വ്യക്തിബന്ധങ്ങളുള്ള ആളാണ്, കുടുംബ വേരുകളുള്ള ആളാണ്. സ്വാഭാവികമായിട്ടും വലിയ സ്വാധീനം പലർക്കും ഉണ്ട്. നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ചില നീക്കങ്ങൾ പി.ടി. റഹീമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ 3 തവണയായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും അത് ആവർത്തിക്കുമെന്നാണ് പി.ടി. റഹീമുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. പക്ഷെ എന്നാൽ CPM കണക്ക് പറയുന്നത് അതത്ര ശരിയല്ല. CPM കണക്ക് പ്രകാരം പി.ടി. റഹീം പരാജയപ്പെട്ടേക്കും എന്നാണ് പറയുന്നത്. ഈ കുന്നമംഗലം മണ്ഡലത്തിൽ CPM ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ LDF ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന LDFന്റെ ഒരു ഉറച്ച മേഖല എന്ന് പറയുന്ന ഒളവണ്ണ പഞ്ചായത്താണ്. ഒളവണ്ണ പഞ്ചായത്തിൽ ഇത്തവണ പി.ടി. റഹീമിനെതിരെ ഒരു വികാരമുണ്ട് എന്നാണ് പറയുന്നത്. ഒളവണ്ണ പഞ്ചായത്തിൽ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ വേണം എന്നൊരു ആവശ്യം അവിടുത്തെ പാർട്ടിക്കാർ ആവശ്യപ്പെടുകയും പി.ടി. റഹീം ആ മേഖലയിലേക്ക് തീരെ എത്തുന്നില്ല, തീരെ ആക്സസബിൾ അല്ല എന്നൊരു പരാതി അവർക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഒളവണ്ണ പഞ്ചായത്ത് എങ്ങനെ പ്രതികരിക്കുന്നു, ചിന്തിക്കുന്നു എന്നുള്ളത് കുന്നമംഗലം മണ്ഡലത്തിന്റെ ബലത്തെ കാര്യമായി ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് ഈ പറയുന്ന വലിയൊരു പ്രതീക്ഷയ്ക്ക് കോഴിക്കോട് നിന്ന് വകയില്ല. എന്നാൽ തമ്മിൽ ഭേദം ഒരു പെർഫോമൻസ് അവർ പുറത്തെടുക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ 2 സീറ്റാണെങ്കിൽ അത് തവണ 5 ആക്കുന്നുണ്ട്. ഗ്രാജുവലി കൂടുന്നുണ്ട്. 1 സീറ്റ് കോൺഗ്രസിനും 2 സീറ്റ് ലീഗിനും കൂടിയേക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ഒരു ബ്ലോക്ക് ആയിട്ട് ഇടത് വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായിട്ട് മൊത്തം വോട്ടർമാർ വരുന്നു എന്നൊരു സംഭവം നടക്കുന്നില്ല. ഈ കോഴിക്കോട് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഴിക്കോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ, ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുകയും അത് UDFലേക്ക് ചായുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ഉണ്ടാവുന്നത് കോഴിക്കോട് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കോഴിക്കോട് വളരെ ഒരു കീ ഫാക്ടറാണ് ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലും ന്യൂനപക്ഷ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് കോഴിക്കോട്ടെ ഒരു നീക്കം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഈ കണക്കുകൾ പറയുന്നത് കോഴിക്കോട് അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങനെ ഒരു ബ്ലോക്കായിട്ട് UDFന് വേണ്ടി നിന്നിട്ടില്ല. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങനെ നിന്നിട്ടില്ല. ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയൊരു വിഭാഗം LDFനൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ ന്യൂനപക്ഷ വോട്ടർമാരിൽ സ്ത്രീ വോട്ടർമാർ LDFനൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു കണക്ക് കൂടി പല പഠനങ്ങളും നിന്ന് പുറത്തു വരുന്നുണ്ട്. അതിന് കാരണം പറയുന്നത് വെൽഫെയർ സ്കീംസ് നടപ്പാക്കിയ ഒരു സംസ്ഥാന സർക്കാരിനുള്ള ഒരു പിന്തുണ എന്ന രീതിയിലാണ് അവർ പറയുന്നത്. എന്തായാലും കോഴിക്കോട് നിന്ന് UDFന് വേണ്ടത്ര പിന്തുണ കിട്ടിയിട്ടില്ല. മറ്റ് ജില്ലകളിൽ നിന്നും അതുപോലെയാണ് അവസ്ഥയെങ്കിൽ 3ാം തവണയും പ്രതിപക്ഷത്തിരിക്കാനായിരിക്കും UDFന്റെ യോഗം. നമുക്കെന്തായാലും മെയ് 4 അറിയാം. അതുവരെ കൂട്ടിയും കുറച്ചൊക്കെ നമുക്കിങ്ങനെ ഇരിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.